പടർന്നു പിടിച്ച തീ കെടുത്തുന്നതിനിടയിൽ പൊള്ളലേറ്റ വയോധികന് ദാരുണാന്ത്യം. ആറളഫാം പുനരധിവാസ മേഖലയിലെ 10-ാം ബ്ലോക്കിലാണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് 9-ാം ബ്ലോക്കിലെ വേണുഗോപാലൻ പൊള്ളലേറ്റ് മരിച്ചത്. ആറളഫാം 10-ാം ബ്ലോക്കിലാണ് തിങ്കളാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. തീ പടർന്നു പിടിക്കുന്നത് കണ്ട് തീ കെടുത്താൻ ശ്രമം നടത്തുന്നതിനിടെയാണ് 9-ാം ബ്ലോക്കിലെ വേണുഗോപാലൻ അതിദാരുണമായി പൊള്ളലേറ്റ് മരിച്ചത്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനടുത്തായാണ് ഏക്കർ കണക്കിന് കശുമാവിൻ തോട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. ആറളം CI മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഗോപാലന്റെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ തൊട്ടടുത്ത പരിസര പ്രദേശത്തുള്ള വീടുകൾ നോക്കിയാൽ അറിയാം, എല്ലാം ശൂന്യമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും പ്രതികൂല സാഹചര്യങ്ങൾക്കൊപ്പം അതിനെ ഇണങ്ങി നിന്നുകൊണ്ട് ഈ മേഖലയിൽ സ്വന്തം തനിക്ക് കിട്ടിയ ഭൂമി അത് യഥാർത്ഥത്തിൽ നല്ല നിലയിൽ അതിനെ പരിപാലിക്കുകയും ആ ഭൂമിക്കകത്ത് ഉഭയങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിൻ്റെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്ത നമ്മുടെ വേണുഗോപാൽ, ഞാൻ പലപ്പോഴും വരുമ്പോഴൊക്കെ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് രണ്ടുപേരും മാത്രം അവർ രണ്ടുപേരും മാത്രം നല്ല കപ്പിൾസായി ഇവിടെ കഴിഞ്ഞു പോകുന്ന പ്രത്യേക സാഹചര്യത്തിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു എങ്കിൽ പോലും രാവ് പകല് അധ്വാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ എപ്പോഴും കാണാറുള്ളത്. നമുക്കറിയാം, ഇതിൻ്റെ പരിസര പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ കാട്ടുതീ വരും എന്ന് അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാവുന്നത് പോലെ തൻ്റെ വീടിൻ്റെ പരിസരം മുഴുവനും പഴയകാല നമുക്ക് പറയുന്ന അതിൻ്റെ പദം പറയുന്നത് തുടക്കാരമടിച്ച്, ഏത് കാലത്തും വേനൽക്കാലമായി കഴിഞ്ഞാൽ തുടക്കാരമടിച്ച് തൻ്റെ പറമ്പിൻ്റെ പരിസര പ്രദേശം മുഴുവനും വളരെ വൃത്തിയായി സൂക്ഷിച്ച ഒരു സാഹചര്യം ഇവിടെ കാണാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ നിറച്ചും ഇത്തരത്തിലുള്ളൊരു കുരുമുളക് തോട്ടം, വളരെ മാതൃകാപരമായൊരു കുരുമുളക് തോട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകുന്നൊരു കുടുംബം. ആ കുടുംബത്തിന് ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇവിടെ നിലനിന്ന് പോകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപൂർവങ്ങളിൽ അപൂർവമായി കേട്ടുകേൾവിയില്ലാത്ത പഴയകാല പൊനംകൊത്തുന്ന കാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു 60 വയസ്സിനിപ്പുറം എവിടെയും കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് നമുക്കിവിടെ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ സംഭവിച്ച ഈ ഒരു സംഭവത്തിൽ അങ്ങേയറ്റം ദുഃഖകരമായ ഈ അവസ്ഥയിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 14 വർഷക്കാലത്തോളമായി ഗോപാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ട് നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നൊരു വ്യക്തികളായിരുന്നു രണ്ടു, രാഗിണിയേച്ചും ഗോപാലേട്ടനും. അവരുടെ പറമ്പിൽ തീ വരുന്നതിൻ്റെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഒരു 100 മീറ്റർ അകലെയുള്ള പറമ്പിലോട്ട് പോയിട്ട് തീ കെടുത്തുന്നൊരവസ്ഥയുണ്ടായത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പുള്ളിക്കാരന് ഈ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഒന്നാമത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പുള്ളി. കാലിനൊരു ആണിരോഗം വന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ പോയതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ തവണയും ഈ ഒരു ഭാഗത്തേക്ക് തീ വരുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ പറമ്പിൻ്റെ ഈ ചുറ്റുപാട് ഇങ്ങനെ തെളിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നത്. ഒരു 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ വല്ലാത്തൊരു ദുഃഖം ഇതിനകത്ത് അറിയിക്കുന്നു.